ഇന്ന് നമ്മൾ സുവോളജിയിൽ 7th ചാപ്റ്റർ ആയിട്ടുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് എടുക്കുന്നത് കേട്ടോ. അതിൽ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ബ്ലഡ് ഓഫ് ഹ്യൂമൻ ഡിഫേഴ്സ് ഇൻ സർട്ടൻ ആസ്പെക്ട്സ് ഇവൻ ദോ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി സിമിലർ. നമ്മളുടെ ബ്ലഡ് നമ്മൾ ഒരുപോലെയാണ് കാണുന്നതെങ്കിലും അത് ഓരോ മനുഷ്യനിലും അത് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാവുക. ഹ്യൂമൻ ബ്ലഡ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ്. അത് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. കോമൺലി യൂസ്ഡ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ AB ഗ്രൂപ്പിംഗ്, RH ഗ്രൂപ്പിംഗ്. നമുക്ക് പരിക്ക് വരുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് ക്ലോട്ട് ആവാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്ലഡ് ലോസിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എന്താ ഉണ്ടാവുക വെച്ചാൽ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് റപ്ചർ ആൻഡ് റിലീസ് ആൻ എൻസൈം കോംപ്ലക്സ് ത്രോംബോകൈനേസ് ഓർ ത്രോംബോപ്ലാസ്റ്റിൻ. Blood contains inactive protein called prothrombin. Prothrombin is converted into active form thrombin in the presence of calcium ions and thrombokinase. ഈ ത്രോംബോപ്ലാസ്റ്റിൻ്റെ പ്രസൻസിൽ ഇനാക്റ്റീവ് ഫോം ആയിട്ടുള്ള ത്രോംബിനായിട്ട് മാറും. ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ത്രോംബിനായിട്ട് മാറും ഇൻ ദ പ്രസൻസ് ഓഫ് കാൽഷ്യം ഇയോൺസിൻ്റെയും ത്രോംബോകൈനേസിൻ്റെയും പ്രസൻസിൽ. അങ്ങനെ ഈ ബ്ലഡ് കണ്ടെയ്ൻസ് എ പ്രോട്ടീൻ കോൾഡ്, ബ്ലഡിൽ ഫൈബ്രിനോജൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീന് ഇൻസൊല്യുബിൾ ഫൈബ്രിൻ ത്രെഡ്സിനെ ഫൈബ്രിനോജനെ ഇൻസൊല്യുബിൾ ഫൈബ്രിൻ ത്രെഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും പ്രസൻസ് ഓഫ് ത്രോംബിൻ എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ പ്രസൻസിൽ. അങ്ങനെ ഈ നെറ്റ്വർക്കിൽ ഡെഡ് ആയിട്ടുള്ള ഡാമേജ്ഡ് ഫോം ഓഫ് എലമെൻസും ബ്ലഡ്സൊക്കെ കുടുങ്ങി കിടന്നിട്ട് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡിസിൻഗ്രേറ്റഡ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ത്രോംബോകൈനേസ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ in the presence of thrombokinase and calcium fibrinogen in the presence of thrombin and calcium to fibrin plus blood cells is equal to clot. അപ്പോൾ ആ പ്രോസസ്സ് ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തേക്കാണ്. ഇത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും എന്താണ്. നമുക്ക് ഡയാസ്റ്റോൾ എന്താണെന്ന് നോക്കാം. ഡയാസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ദ റിലാക്സേഷൻ ഓഫ് കാർഡിയാക് ചാമ്പേഴ്സ് ഈസ് കോൾഡ് ഡയാസ്റ്റോൾ, അതായത് ഹൃദയ വികാസം. അട്രിയൽ ഡയാസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഫ്റ്റർ ദ അട്രിയൽ സിസ്റ്റോൾ ദ അട്രിയ റിലാക്സ്, ഇറ്റ് ഈസ് കോൾഡ് അട്രിയൽ ഡയാസ്റ്റോൾ. Ventricular diastole. At the end of the ventricular systole, the ventricles also relax. It is called ventricular diastole. പിന്നെ ഹാർട്ടിൻ്റെ സൗണ്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡബ് എന്നുള്ളത്. ലബ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഓർ സിസ്റ്റോളിക് സൗണ്ട്. ഡബ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സൗണ്ട് ഓർ ഡയസ്റ്റോളിക് സൗണ്ട്. ഇനി നമുക്ക് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് നോക്കാം. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECG ആണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കലി activity of the heart during a cardiac cycle is called ECG or electrocardiogram. The instrument used for ECG is called electrocardiograph. The normal ECG of a human heart consists of 3 waves deflection for each heartbeat. They are P wave, QRS, complex and T wave. ഈ തന്നിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. ഇത് എക്സാമിന് പെട്ടെന്നൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് കേട്ടോ അത്. P wave, it is the first small upward deflection which represents the electrical excitation depolarization of the atria, which leads to the contraction of both the atria. QRS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the second wave and has 3 separate waves such as Q wave, R wave and S wave. QRS complex represents the depolarization of the ventricle which initiates the ventricular contraction. The contraction starts shortly after Q and marks the beginning of the systole. ഇതിപ്പോൾ മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കും. ഇതുപോലെ ഒരു പിക്ചർ വന്നിട്ട് ഇതിൽ P ഏതാ, Q ഏതാ, R ഏതാ, T ഏതാന്ന് മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കുക. അങ്ങനെയാണ് പെട്ടെന്ന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറ്. ഇത് ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു സ്കീമാറ്റിക് പ്ലാൻ ആട്ടോ ഹ്യൂമൻസിലത്തെ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. A person with A negative blood group is injured severely in an accident. His relatives with A positive and B negative blood groups were ready to donate blood for him. Infer the consequences if he receives blood from them. ഒരു ആളെന്ന് പറഞ്ഞാൽ ഒരു A നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇഞ്ചുറി പറ്റിയപ്പോൾ അയാളുടെ റിലേറ്റീവ്സ് A പോസിറ്റീവ് ആയിട്ടുള്ള ആളും B പോസിറ്റീവ് ആയിട്ടുള്ള ആളും ബ്ലഡ് കൊടുക്കാൻ റെഡിയായി. അപ്പോൾ അയാൾ ആ ബ്ലഡ് സ്വീകരിക്കുകയാണെങ്കിൽ അയാൾക്ക് വരുന്ന കോൺസിക്വൻസസ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന 1 ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി ഇൻറ്ററാക്ഷൻ, 2 കോയാഗുലേഷൻ ഓഫ് ബ്ലഡ്, 3 ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, 4 എഗ്ലൂട്ടിനേഷൻ, 5 ഇൻകമ്പാറ്റബിലിറ്റി, 6 ഡെത്ത്. അതായത് നമ്മളുടെ ശരീരത്തിലേക്ക് പുറത്തുനിന്നുള്ള എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും നമ്മളുടെ ശരീരം അതിനെ പ്രതിരോധിക്കും.
അപ്പോൾ ഈ ബ്ലഡിലുള്ള ആൻറ്റിജനും ആൻറ്റിബോഡിയൊക്കെ ഡിഫറൻസ് ആയിട്ടുള്ള വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലഡ് ക്ലോട്ടിങ് സംഭവിച്ച് ആളുടെ ഡെത്ത് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ആ സ്റ്റെപ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് എ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്ക് എ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ തന്നെ ബ്ലഡ് കൊടുക്കണം, അല്ലെങ്കിൽ അയാൾക്ക് ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. മാർക്ക് PQRST ഇൻ ദ ഗ്രാഫ്. ഈ ഗ്രാഫിൽ PQRST മാർക്ക് ചെയ്യണം. വാട്ട് ഡസ് ടി വേവ് റെപ്രസെൻറ്റ്? ഗ്രാഫിൽ PQRST എന്നിവ അടയാളപ്പെടുത്തുക. ടി വേവ് പ്രതിനിധീകരിക്കുന്നത് ഇതെന്ത്? അതിൻ്റെ ആൻസറാണ് ഇതാ കൊടുത്തിരിക്കുന്നത്. PQRST മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടി വേവ് റെപ്രസെൻറ്റ് റീപോളറൈസേഷൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റെതസ്കോപ്പ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ സൗണ്ട് ഓഫ് ദ ഹാർട്ട്. മെൻഷൻ 2 സൗണ്ട്സ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ 2 ടൈപ്പ് ശബ്ദം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ലബ്, ഒന്ന് ഡബ്. ഗീവ് ദ കോസ് ഓഫ് ഹാർട്ട് സൗണ്ട്. അതിനുള്ള കാരണം ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോഷ്യർ ഓഫ് ട്രൈക്കാസ്പിഡ് ആൻഡ് ബൈക്കാസ്പിഡ് വാൾസ് ഡ്യൂറിങ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ സമയത്ത് ട്രൈക്കാസ്പിഡ് വാൽവിൻ്റെയും ബൈക്കാസ്പിഡ് വാൽവിൻ്റെയും ക്ലോഷ്യർ സമയത്ത് ഉണ്ടാകുന്ന ശബ്ദമാണ് ലബ് എന്നുള്ളത്. ഡബ് എന്നുള്ളത് ക്ലോഷ്യർ ഓഫ് സെമിലൂണാർ വാൾസ് ഡ്യൂറിങ് ജോയിൻറ്റ് ഡയസ്റ്റോൾ. ജോയിൻറ്റ് ഡയസ്റ്റോൾ നടക്കുന്ന സമയത്ത് സെമിലൂണാർ വാൾസിൻ്റെ ക്ലോഷ്യർ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഡബ്. Result of a project study related to the circulatory disorders in an area is given below. What is your observation? Name any one circulatory disorder and its characteristics. Suggest 2 measures to avoid these disorders. ഇതിൽ പെർസെൻറ്റേജ് ഓഫ് എഫക്റ്റഡ് പേഴ്സൺ കൊടുത്തിട്ടുണ്ട്, നോർമൽ പേഴ്സണിൻ്റെ അളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ എഴുതാൻ വെച്ചാൽ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? ഇതിൽ നിന്നുള്ള നമ്മൾ ഒബ്സർവേഷൻ എഴുതണം. 55% ഓഫ് ദ പേഴ്സൺസ് ആർ എഫക്റ്റഡ് വിത്ത് സർക്കുലേറ്ററി കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ് ആൻഡ് 45% അൺഎഫക്റ്റഡ്. ഈ ഗ്രാഫിൽ ഈ പൈസയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതിൽ 55% ആൾക്കാർക്കും ഹാർട്ട് ഡിസീസസ് ഉണ്ട് എന്നാണ്. പിന്നെ ബാക്കിയുള്ള 45% ആൾക്കാർക്ക് നോർമലായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ബി, നെയിം എനി വൺ സർക്കുലേറ്ററി ഡിസോർഡർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്. ഒരു സർക്കുലേറ്ററി ഡിസോർഡറും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഏതാണെന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ ഹൈപ്പർ ടെൻഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബി പി ഈസ് ഫാർ എബവ് ദ നോർമൽ. ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ നോർമലിനെക്കാട്ടിയും ഒരുപാട് ഹൈ ആവുക. 120/80 mmHg ആണ് നോർമൽ, അതിനും കൂടുതലാവുക. സി എന്ന് പറഞ്ഞാൽ സജസ്റ്റ് 2 മെഷേഴ്സ് ടു അവോയ്ഡ് ദീസ് ഡിസോർഡേഴ്സ്. ഈ ഡിസോർഡേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ പറ്റുന്നതാണ് ചോദ്യം. ഡു റെഗുലർ എക്സസൈസ് ആൻഡ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്. എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, ആൽക്കഹോൾ യൂസ് ചെയ്തായിരിക്കുക, ഡ്രഗ് യൂസ് ചെയ്യാതിരിക്കുക, ഫാറ്റി ഡയറ്റ് ഒഴിവാക്കുക, സ്മോക്കിംഗ് ഒഴിവാക്കുക. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.